നമസ്കാരം. കോൺഗ്രസിനുള്ളിലെ ഗ്രൂപ്പ് പോര് ഒടുവിൽ തെരുവിലുമെത്തി. സ്വന്തം നേതാവിന്റെ കോലം അണികൾ കത്തിക്കുന്ന കാഴ്ചകൾക്കാണ് കേരളം ഇന്നലെ സാക്ഷ്യം വഹിച്ചത്. മാടായി കോളേജ് നിയമന വിവാദത്തിലാണ് കോൺഗ്രസ് എം പി കൂടിയായ MK രാഘവൻ MPയുടെ കോലം അണികൾ തന്നെ തെരുവിലിട്ട് കത്തിച്ചത്. വൈകിട്ട് കുഞ്ഞിമംഗലത്തെ വീട്ടിലേക്ക് കോൺഗ്രസ് പ്രവർത്തകർ മാർച്ചും നടത്തി. പാർട്ടിയെ വിറ്റ് കാശുണ്ടാക്കുകയാണെന്നും വീട്ടിൽ കയറി തല്ലുമെന്നും രാഘവനെതിരെ കോൺഗ്രസ് പ്രവർത്തകർ രൂക്ഷ മുദ്രാവാക്യം മുഴക്കി. MK രാഘവൻ MP ചെയർമാനായ മാടായ കോളേജിൽ അദ്ദേഹത്തിന്റെ ബന്ധുവായ യുവാവിന് ജോലി നൽകിയതിൽ പുകയുന്ന പ്രതിഷേധമാണ് റോഡ് വരെ എത്തിയത്. സ്വന്തം നേതാവിന് എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാനുള്ള ക്ഷമ പോലും അണികൾ കാണിച്ചില്ല. കോളേജിലെ അനധ്യാപക തസ്തികയിൽ കല്യാശ്ശേരിയിലെ യൂത്ത് കോൺഗ്രസ് നേതാക്കളെ പരിഗണിച്ചില്ല എന്ന് പറഞ്ഞാണ് അണികൾ പ്രതിഷേധിച്ചത്. രാഘവനെ തടഞ്ഞ പ്രാദേശിക നേതാക്കൾക്കെതിരെ KPCC പറഞ്ഞതനുസരിച്ച് DCC നടപടിയും എടുത്തിരുന്നു. ഇതോടെ പ്രശ്നം കൂടുതൽ വഷളായി. സമവായത്തിന് വഴങ്ങാതെ കോളേജിൽ നിയമനം നൽകിയതോടെ രാഘവനൊപ്പമുള്ള പാർട്ടി നേതാക്കളായ ഭരണസമിതി അംഗങ്ങൾക്കെതിരെ DCC നേരിട്ട് നടപടിയെടുത്തു. കുഞ്ഞിമംഗലത്തെ വീട്ടിലേക്ക് നടത്തിയ മാർച്ചിനിടെയാണ് കോൺഗ്രസ് പ്രവർത്തകർ പ്രകോപന മുദ്രാവാക്യം വിളിച്ചത്. കാട്ടുകൊള്ള MK രാഘവ, നിന്നെ ഇനിയും റോഡിൽ തടയും എന്നാണ് കോൺഗ്രസ് പ്രവർത്തകർ വിളിച്ചു പറഞ്ഞത്. കണ്ണൂർ മാടായി സഹകരണ കോളേജ് നിയമന വിഷയത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കാതെയാണ് DCC പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് പ്രവർത്തിക്കുന്നതെന്ന് MK രാഘവൻ MP പറഞ്ഞു. സഹകരണ കോളേജ് സ്ഥാപിച്ചത് താനാണെന്നും സ്ഥാപനം സർക്കാർ ഏറ്റെടുക്കാൻ തയ്യാറായാൽ വിട്ടുകൊടുക്കുമെന്നും വരെ MP വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. മാനദണ്ഡങ്ങൾ പ്രകാരമാണ് കോളേജിൽ നിയമനങ്ങൾ നടത്തിയത്. ഇതിൽ കോൺഗ്രസുകാരാണ് കോലം കത്തിച്ചത്. തന്നെ കത്തിച്ചതിന് തുല്യമാണിത്. ഇളക്കി വിടുന്നവരെ അറിയാം, പേര് പക്ഷെ ഇപ്പോൾ പറയുന്നില്ല. കോലം കത്തിച്ചവരോട് സഹതാപം മാത്രം. DCC പ്രസിഡന്റിന് കാര്യങ്ങൾ മനസ്സിലായിട്ടില്ല. സമയമാകുമ്പോഴെല്ലാം പറയാമെന്നും MP പ്രതികരിച്ചു. തെരുവിലേക്ക് നീങ്ങിയ കണ്ണൂരിലെ ഗ്രൂപ്പ് പോര് വരും ദിവസങ്ങളിൽ കൂടുതൽ തീവ്രമാകാനാണ് സാധ്യത. K സുധാകരന്റെ അടുത്ത അനുയായികളാണ് MK രാഘവനെതിരായ പ്രതിഷേധത്തിന്റെ മുൻനിരയിൽ. കണ്ണൂരിൽ സ്വാധീനം ഉറപ്പിക്കാനുള്ള MK രാഘവന്റെ ശ്രമത്തിന് തടയിടുകയാണ് സുധാകര വിഭാഗത്തിന്റെ ലക്ഷ്യം. അതേസമയം പൊരുതാനുറച്ച് തന്നെയാണ് MK രാഘവന്റെ നീക്കങ്ങളും. പ്രതിഷേധങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ രാഘവന്റെ നാട്ടിലെ കോൺഗ്രസ് കമ്മിറ്റി ഒന്നടങ്കം രാജിവെച്ചു. കൂടുതൽ കമ്മിറ്റികൾ രാജി നൽകാനും തീരുമാനിച്ചിട്ടുണ്ട്. പരസ്യ പ്രതിഷേധം തുടരാനാണ് നടപടി നേരിട്ടവരുടെ തീരുമാനം. നിയമനത്തിൽ അഴിമതി ഇല്ലെന്നും തന്നെ മോശക്കാരനാക്കാനാണ് ശ്രമമെന്നുമാണ് MPയുടെ ആരോപണം. കോളേജ് സർക്കാരിന് വിട്ടുകൊടുക്കുമെന്നും രാഘവൻ മുന്നറിയിപ്പ് നൽകുന്നു. നിയമന ഉത്തരവ് പുനഃപരിശോധിക്കാൻ ഇടയില്ലെന്നിരിക്കെ പ്രശ്നം തണുപ്പിക്കാൻ സംസ്ഥാന നേതാക്കൾ ഇടപെട്ടേക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്.